കടൽക്ഷോഭത്തിൽ പുതുപൊന്നാനി അഴിമുഖത്ത് മണൽ അടിഞ്ഞുകൂടിയതോടെ പുഴ ഗതിമാറി ഒഴുകിയതിന് പരിഹാരം കാണാൻ അഴിമുഖത്തെ മണൽത്തിട്ട നീക്കം ചെയ്തു തുടങ്ങി. വെള്ളം ഗതിമാറി ഒഴുകിയതോടെ വെളിയങ്കോട് മാട്ടുമൽ പ്രദേശത്ത് വെള്ളക്കെട്ട് രൂക്ഷമാണ്. ഇതിന് പരിഹാരം കാണാനാണ് മണൽത്തിട്ട നീക്കം ചെയ്തത്. പുതുപൊന്നാനി അഴിമുഖത്ത് കടൽക്ഷോഭം മൂലം മണൽ കൂടിക്കിടന്നതോടെ പുഴയിലും കനോലി കനാലിലും ജലനിരപ്പ് ഉയർന്ന് വെളിയങ്കോട് പഞ്ചായത്തിലെ മാട്ടുമൽ മേഖല ദിവസങ്ങളായി വെള്ളക്കെട്ടിലായിരുന്നു. മാട്ടുമൽ, പൂക്കൈത, കടവനാട് എന്നിവിടങ്ങളിൽ താഴ്ന്ന പ്രദേശങ്ങളും വെള്ളക്കെട്ടിലായതോടെ വെളിയങ്കോട് പഞ്ചായത്തും റവന്യൂ വിഭാഗവും സംയുക്തമായാണ് ഹിറ്റാച്ചി ഉപയോഗിച്ച് മണൽ നീക്കം ചെയ്തത്. നേരത്തെയും അഴിമുഖത്ത് ഇത്തരത്തിലും മണൽത്തിട്ട രൂപപ്പെട്ട പുഴ ഗതിമാറി ഒഴുകിയിരുന്നു. മണ്ണു നീക്കി അഴിമുഖം തുറക്കാൻ ശ്രമിച്ചെങ്കിലും തിരമാലകൾ ആഞ്ഞടിച്ച് നീക്കം ചെയ്ത മണ്ണ് വീണ്ടും ഇവിടെ തന്നെ അടിഞ്ഞുകൂടുകയായിരുന്നു. പുതുപൊന്നാനി മുനമ്പഞ്ചാറത്തിന് സമീപം പുതുപൊന്നാനി പാലത്തിന് താഴ്ഭാഗത്ത്, അതുപോലെ ഈയം കായൽ പ്രദേശം, ഇവിടങ്ങളിലെല്ലാം മണൽത്തിട്ട രൂപപ്പെട്ടതിൻ്റെ ഭാഗമായിട്ട് വെള്ളത്തിൻ്റെ ഒഴുക്ക് വളരെ വേഗത കുറഞ്ഞത് പ്രശ്നങ്ങൾക്ക് വലിയൊരു കാരണമായിട്ടുണ്ടെന്നുള്ളതാണ് ബന്ധപ്പെട്ട എഞ്ചിനീയറിംഗ് വിഭാഗമൊക്കെ പരിശോധിച്ചപ്പോൾ മനസ്സിലാക്കിയത്. അപ്പോൾ ഇവരുമായി ബന്ധപ്പെട്ട് നാഷണൽ ഹൈവേയും പൊന്നാനി റവന്യൂ വിഭാഗവും എല്ലാം എഞ്ചിനീയറിംഗ് വിഭാഗവും എല്ലാം ബന്ധപ്പെട്ട് അതിൻ്റെ ഭാഗമായിട്ട് മുനമ്പത്ത് മണ്ണ് നീക്കം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. JCB വന്ന് നീക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ NH പുതുപൊന്നാനി വെളിയങ്കോട് ഉള്ള ഈ പാലത്തിൻ്റെ നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ട് ഇതിന് സമാനമായൊരു റോഡ് ഉണ്ടാക്കിയിരുന്നു. ആ റോഡിൻ്റെ കല്ലുകളെല്ലാം നീക്കം ചെയ്തപ്പോൾ മേൽഭാഗത്തെ കല്ലുകൾ മാത്രം നീക്കം ചെയ്തു. എന്നാൽ അതിൻ്റെ അടിഭാഗത്തുള്ള കല്ലുകൾ നീക്കം ചെയ്യാത്തതുകൊണ്ട് തൂണിയിലൊക്കെ യാത്ര ചെയ്യുന്നവർ തട്ടി വീഴുന്ന രീതിയുണ്ട്. അത് കണ്ടെത്തിയപ്പോൾ NHനെ വിളിച്ചു വരുത്തി അതും നീക്കം ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ അതും നീക്കം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മാൻ പവർ ഉപയോഗിച്ചിട്ട് ആദ്യം വെട്ടി യോഗം ചേരണങ്ങാട്ടി മുന്നേ തന്നെ മാൻ പവർ ഉപയോഗിച്ചിട്ട് വെട്ടിമാറ്റുകയും, പക്ഷേ അതൊരു ശാശ്വത പരിഹാരം അല്ല എന്ന നിലയ്ക്ക് പിന്നെ ഹിറ്റാച്ചി പോലുള്ള യന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ട് മണൽത്തിട്ട മാറ്റുകയുണ്ടായത്. ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ്. ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ്. ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ്. അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ്. ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ. 35 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.